പ്രൈസ് ദി ലോർഡ്. പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ ഒരു ഉയർപ്പിന്റെ ദിനം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലേ. വളരെ സന്തോഷത്തോടെ ഒരു ദിവസം കൂടെ കാണാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ഈ 2024 ഒരു ഞായറാഴ്ചയും കൂടെ ഇനി നമുക്കുള്ളൂ. അമ്മേ, എന്നാൽ ഈ ദിനം വരെയും ദൈവം നമ്മെ അതിശയകരമായിട്ടല്ലേ ഈ ഒരു ആണ്ടി ദൈവം നമ്മെ നടത്തിയത്. എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ഈ ആണ്ടിൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് കൊണ്ടുവന്ന വിധങ്ങൾ, അമ്മേൻ, ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ, ദൈവം നമ്മെ, അമ്മേൻ, നമ്മൾ ചിന്തിക്കാത്തോടത്തോടെയും നമ്മൾ ആഗ്രഹിക്കാത്തോടത്തോടെയും ഒക്കെ ദൈവം നമ്മെ നടത്തി. ഹല്ലേലൂയ. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. അമ്മേൻ, അമ്മേൻ. എബ്രായ ലേഖനം 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഈ കാണാത്ത കാര്യത്തിലും വിശ്വാസത്തിലുമുള്ള ഉറപ്പെന്ന് പറയുന്നുണ്ടല്ലോ. കണ്ടിട്ടൊരു കാര്യം വിശ്വസിക്കാൻ നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മൾ പറയുക എന്ന് പറയുമ്പോൾ, അമ്മേ, അത് അത്ര സന്തോഷമായിട്ടൊന്നും കാണാത്ത കാര്യത്തിലെ വിശ്വാസത്തെക്കുറിച്ചൊന്നും പറയത്തില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ നല്ല സ്പീഡിൽ പറയും. അയ്യോ, അത് കർത്താവ് എനിക്കത് വേണ്ടി ചെയ്തു, സ്തോത്രം. ഈ ഒരു ആണ്ടിൽ കാത്തിരുന്ന രാപകലല്ലാതെ കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ദൈവസന്നിധിയിൽ ഒരാശ്രയത്തിന് ഒരുത്തരെ പോലും കാണാതിരുന്ന കരഞ്ഞ സമയങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച വിധങ്ങളെ ഞാൻ എൻ്റെ മനസ്സിന്റെ ഉറപ്പിൽ നിന്നും എൻ്റെ ധൈര്യം ദൈവം നൽകിയ ആത്മാവിലുള്ള വിശ്വാസത്തിന് പുറത്തും ഞാൻ ദൈവമക്കളോടും എന്നെ കേൾക്കുന്നവരോടും ഞാനൊരു വിശ്വാസമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൽ നീ നോക്കിയാൽ ഒരിക്കലും നീ ലജ്ജിക്കേണ്ടി വരത്തില്ല കേട്ടോ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഓർക്കും, കർത്താവേ, ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ട് എന്നെ ലജ്ജിക്കു വേണ്ടി വിടുന്ന ഒരു ദൈവമാണോ? നോ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, അന്ത്യം വരെ നടത്താമെന്ന് പറഞ്ഞിരിക്കുന്ന അന്നല്ല കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. കൈവിട്ടു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ മുൻപിൽ ജീവിക്കുന്ന ഒരു ദൈവദാസി എന്നതിലേക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാരണം ഈ മരുഭൂ പ്രയാണത്തിൽ ആരെയും മുൻപിൽ കാണാതെ വണ്ണം ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഉറക്കെ പറയുക, നിങ്ങളെ നടത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാ. സ്തോത്രം. ചില സന്ദർഭങ്ങളിൽ ആ വിശ്വാസത്തിൻ്റെ ശക്തി തളർന്നു പോയിട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്നവരോട് ഈ ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ നിങ്ങളോട് ധൈര്യമായി ഞാൻ പറയുന്നു, എൻ്റെ കർത്താവ് നിങ്ങളെ നടത്തും, എൻ്റെ കർത്താവ് നിങ്ങളെ പുലർത്തും. ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളോടുകൂടി ഉണ്ടാകും. ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിൽ ധൈര്യമായി വിശ്വസിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവം തലമുറയായി അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ അന്നല്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. പരിശുദ്ധ ദൈവമേ, തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ഭവനത്തിനകത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ ചെല്ലണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.